എവ്രി വൺ. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഷോർട്ട് ടെസ്റ്റ് കിട്ടിയാലോ? അത്തരത്തിലുള്ള 2-3 ഷോർട്ട് ടെസ്റ്റേഴ്സ് നമുക്ക് ഈ 5 മിനിറ്റിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. പ്രീവിയസ് ഇയറിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. നമ്മൾ ലീഡർഷിപ്പ് പഠിക്കുന്നുണ്ട്. ഒരു ഗുഡ് ലീഡറിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമുക്കറിയാം അല്ലെ? എന്തൊക്കെയായിരുന്നു? ഫിസിക്കൽ ഫീച്ചേഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കണം. എങ്ങനെയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്? ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, അപ്പിയറൻസ്, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേത് നോളജ്. ഒരു ഗുഡ് ലീഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? തന്റെ ടീമിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ലീഡ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇനി ഹോണസ്റ്റി. അദ്ദേഹത്തിന് എന്ത് വേണം? കുറച്ച് ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, ഇത്തരത്തിലുള്ള കുറച്ച് ക്വാളിറ്റീസ്, പേഴ്സണൽ ക്വാളിറ്റീസ് ഉള്ള ആളായിരിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നെക്സ്റ്റ്, ഇനീഷ്യേറ്റീവ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഇനീഷ്യേഷൻ എടുക്കുന്ന ആളായിരിക്കണം. ഒന്നിനെയും പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളായിരിക്കരുത് നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പർച്യൂണിറ്റീസ് തന്റെ അടുത്തേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടുപിടിച്ച് ഗ്രാബ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളാവണം ആര്? നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പൊസസ് ചെയ്യുന്ന ആളായിരിക്കണം നമ്മുടെ ലീഡർ. എന്നാലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുക? തന്റെ ടീമിനോട് അല്ലെങ്കിൽ തന്റെ സബോർഡിനേറ്റ്സിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ അവരുടെ സജഷൻസും ഒപ്പീനിയൻസും അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം റിസീവ് ചെയ്യുകയും വേണം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം. നെക്സ്റ്റ് വന്നിട്ട് മോട്ടിവേഷൻ സ്കില്ല്. തന്റെ ഫോളോവേഴ്സ് എപ്പോഴൊക്കെയാണോ ഡൗൺ ആവുന്നത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ എത്തിക്കുന്നത്, അത്തരത്തിൽ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള എംപ്ലോയീസിനെ, വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുള്ള ആളുകളെ അതേ രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുക? അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മോട്ടിവേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം നമ്മുടെ ലീഡർ. നെക്സ്റ്റ് എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് എന്റെ മേളിൽ തന്നെ എന്ത് വേണം? നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കണം ആര്? നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 6 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി എന്ത് ചെയ്യാണ്? അവർ 3 ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. കോസ്മെറ്റിക്സ് ഉണ്ട്, ഗാർമെന്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ 3 പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്നതിന് അവർക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡയഗ്രാം ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാറ്, ഒന്ന് ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാം. നമുക്കറിയാം അല്ലെ, 2ഓ അതിലധികമോ ഒക്കെ പ്രോഡക്ട്സ് ഒരു കമ്പനി ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനി ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷണൽ സ്ട്രക്ചർ ആണ് അല്ലെ. ഡിവിഷണൽ സ്ട്രക്ചർ ആണ് അവർക്ക് മാച്ച് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് കമ്പനിക്ക് 3 പ്രോഡക്ട്സ് ഉണ്ട്, കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ്, മെഡിസിൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. നമുക്കൊരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അണ്ടറിൽ നമുക്ക് 3 പ്രോഡക്ട്സ് ഡീൽ ചെയ്യാനുണ്ട് അല്ലെ. കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗാർമെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവർക്കൊക്കെ ഇവരുടെ പർച്ചേസ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് ഓൺ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക ഈ രീതിയിലാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? ആ ഒരു ഡിവിഷണൽ സ്ട്രക്ചറിന്റെ 2 അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാണ്. എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ്? ഓരോ ഡിവിഷനും എന്തുണ്ട്? അവരവരുടെ പ്രൊഡക്ഷനും അവരവരുടെ പർച്ചേസും സെയിൽസും ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഓട്ടോണമസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട്. ഈ കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റിന് അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും, ഗാർമെന്റ്സ് ഡിപ്പാർട്ട്മെന്റിന് അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുമുള്ള ആ ഒരു ഫ്രീഡം എന്തുണ്ട്? ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ട്. അപ്പൊ അത് ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. പുവർ പെർഫോമൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഡിവിഷന്റെ ഭാഗത്ത് നിന്ന് പെർഫോമൻസ് ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ലൊക്കേറ്റ് ചെയ്തിട്ട് അവരുടെ മേലേക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. നിങ്ങളുടെ പെർഫോമൻസ് പുവറാണ്, നിങ്ങൾ അതെന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ അത്തരത്തില് 3ഓ 2ഓ ഒക്കെ പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ടെക്നിക് വിത്ത് എ ഡയഗ്രാം. നമുക്കറിയാം നമ്മുടെ FW ടൈലറിന്റെ ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന് പറഞ്ഞാല് അത് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഡയഗ്രാം വരച്ചിട്ട് നല്ല വൃത്തിക്ക് ഒന്ന്
എക്സ്പ്ലെയിൻ ചെയ്യണം. ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഒന്നായിട്ടും പ്രൊഡക്ഷൻ അതായത് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിനെ വേറെ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ട് ഈ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലും വേറെയും കുറച്ച് ആളുകളെ പ്രവർത്തിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയിന്റെയും എംപ്ലോയിന്റെ പെർഫോമൻസുമായിട്ടും നമുക്കൊരു ക്ലോസ് സൂപ്പർവിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. നോക്കാം അല്ലെ. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാ വരുന്നത്? നമുക്ക് റൂട്ട് ക്ലർക്ക് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് വരുന്നുണ്ട്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് വരുന്നുണ്ട്, ഷോപ്പ് ഡിസിപ്ലിനേറിയൻ വരുന്നുണ്ട്. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ പ്ലാനിംഗ് ആണ് ചെയ്യുന്നത്. ഇനി ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എവിടേക്ക് പോകും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ, ഇങ്ങനെ 4 പേരും വരുന്നുണ്ട്. നോക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ഡയഗ്രാം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡയഗ്രാം വളരെ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഫാക്ടറി മാനേജറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്ലാനിംഗ് ഇൻചാർജ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻചാർജ്. ഇവരുടെ കണ്ടറിൽ എന്തുണ്ട്? ഒരുപാട് ബോസുമാരും ഇൻസ്പെക്ടർമാരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലർക്ക് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എവിടെ വരുന്നത്? ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് നോക്കാം. റൂട്ട് ക്ലർക്ക് എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുന്നത്, റൂട്ട് ഒക്കെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് റൂട്ട് ക്ലർക്കിന്റെ ഡ്യൂട്ടി. ഇനി നെക്സ്റ്റ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് നോക്കാം. എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുക. ഓരോ വർക്കും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഓരോ വർക്കിനും എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അയാളാണ് എന്ത് ചെയ്യുന്നത്? വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ആൾ അല്ലെ. അവർക്ക് എപ്പോഴൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ് ആവശ്യം അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. നെക്സ്റ്റ് എന്താണ്? ഡിസിപ്ലിനേറിയൻ. നമ്മുടെ ഫാക്ടറിയിൽ എല്ലാം ഒരു ഡിസിപ്ലിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തുന്നതാണ് ആര്? ഡിസിപ്ലിനേറിയൻ. ഇനി നമ്മുടെ ബോസിലേക്ക് പോവാം. ഗ്യാങ് ബോസ് എന്താ ചെയ്യുന്നത്? മെറ്റീരിയൽ, മെഷീൻ, ടൂൾസ്, അതായത് നമ്മൾ ഓപ്പറേഷൻ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മെഷീൻസും മെറ്റീരിയൽസും ടൂൾസും ഒക്കെ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഡിലേ വരാൻ പാടില്ല. അത് ഗ്യാങ് ബോസിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താണ്? സ്പീഡ് ബോസ്. നമ്മൾ എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പീഡ് വർക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വളരെ സ്ലോ ആവാൻ പാടില്ല, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആവാനും പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണ് റിപ്പയർ ബോസ്. റിപ്പയർ ബോസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻസും ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴൊക്കെയാണോ റിപ്പയർ വരുന്നത് അത് പ്രോപ്പർ ആയിട്ട് സമയത്ത് എന്ത് ചെയ്യുക, എന്നിട്ട് അത് നന്നായിട്ട് വർക്കിംഗ് കണ്ടീഷനിലാക്കി വെക്കുക. ഇൻസ്പെക്ടർ എന്താ ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് വർക്ക് എന്ത് ചെയ്യും? അയാള് ചെക്ക് ചെയ്യും. അതായത് വർക്ക് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആര് ചെക്ക് ചെയ്യും? ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 essay ക്വസ്റ്റ്യൻസ്, 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.